സ്വന്തം മണ്ഡലത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ വൈകാരികമായി സംസാരിച്ച ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ബൈപ്പാസിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിലായിരുന്നു ഈ വൈകാരിക പ്രതികരണം. പലപ്പോഴും നിരപരാധിയായ തന്നെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് വേദന ഉണ്ടാക്കിയെന്ന് ജയരാജ് പറയുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് സംബന്ധിച്ച് വളരെയേറെ ആക്ഷേപം ഞാൻ വ്യക്തിപരമായി കേൾക്കേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ ഞാൻ പലപ്പോഴും വളരെയേറെ വേദനിച്ചൊരു അനുഭവമാണ്. കാരണം ഇതിനകത്തൊന്നും എൻ്റേതായ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കുറവോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെ താല്പര്യക്കുറവോ കാഞ്ഞിരപ്പള്ളിയുടെ വികസന കാര്യങ്ങളിൽ ഞാൻ താല്പര്യം എടുക്കാതിരുന്നതല്ല. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടി വന്നു. അത് പാലിക്കാതിരുന്നാൽ ഇത് കോടതിയിലേക്ക് വീണ്ടും പോകും. ഒരു കാലത്തും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് വരാതിരിക്കും. സ്വാഭാവികമായി അത് ഒഴിവാക്കുക എന്നുള്ളൊരാവശ്യമല്ല. കോടതി നടപടികൾ മൂലം അനന്തമായി നീണ്ടുപോയ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണോദ്ഘാടന വേളയിലായിരുന്നു ഡോക്ടർ എൻ ജയരാജിൻ്റെ വൈകാരിക പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ താൻ എന്തിട്ടാലും അതിനിടയിൽ ബൈപ്പാസിൻ്റെ പേരിൽ തന്നെ ചിലർ ബോധപൂർവം അവഹേളിക്കാൻ ശ്രമിച്ചതായി ജയരാജ് പറയുന്നു. പലപ്പോഴും ഫേസ്ബുക്കിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും റോഡ് ഇവിടെ പറഞ്ഞതുപോലെ ഒരു റോഡിൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ വളരെ താഴെ ബൈപ്പാസാണ്. കേരളത്തെ 140 MLA-മാരിൽ ഒന്നിനും കൊള്ളുകയില്ലാത്ത MLA ആണ് ഞാൻ എന്ന് വരെ കാഞ്ഞിരപ്പള്ളിയിലെ ഒരാൾ കമൻ്റ് ഇട്ടത് ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല, വളരെ മോശമായ ഒരുപാട് കമൻറ്റുകളുണ്ട്. നീണ്ട നാളത്തെ നിയമപോരാട്ടങ്ങൾക്കൊടുവിൽ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കമായി. 78.69 കോടി രൂപ മുടക്കിയാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി ബൈപ്പാസിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.